Hi students, welcome to ASF Academy. I am Femin. Today we discussed about voluntary winding up. Last video winding up എന്താണെന്നും കമ്പൾസറി വൈൻഡിങ് അപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. എന്താണ് വോളണ്ടറി വൈൻഡിങ് അപ്പും അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സും ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വോളണ്ടറി വൈൻഡിങ് അപ്പ് പറയുന്ന മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് വൈൻഡിങ് അപ്പ്. എന്താണ് വൈൻഡിങ് അപ്പ്? കമ്പനി പറഞ്ഞ എന്താ? കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് നിയമം കൊണ്ട് നമ്മൾ ഫോം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എൻഡ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? നിയമം കൊണ്ട് മാത്രമായിരിക്കണം. കമ്പനി എൻഡ് ഓഫ് ദ കമ്പനി ടേക്സ് പ്ലേസ് ഓൺലി ബൈ ദ ലീഗൽ പ്രൊസീജിയർ. ലീഗൽ പ്രൊസീജിയേഴ്സ് വഴിയാണ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുക, ഇങ്ങനെ ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി ഒരു പ്രോസസ്സ് വഴി വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ വി ക്യാൻ കോൾ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. കമ്പനിയുടെ അസറ്റ് എല്ലാം റിയലൈസ് ചെയ്തിട്ട് ആ റിയലൈസ് ചെയ്ത എമൗണ്ട് കമ്പനിയുടെ ലയബിലിറ്റി എല്ലാം പേ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എനി സർപ്ലസ്, എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ ദെയർ റൈറ്റ്. അവരുടെ റൈറ്റ് അനുസരിച്ചിട്ട് അവരുടെ ഷെയർ റൈറ്റ് അനുസരിച്ചിട്ട് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കമ്പൾസറി വൈൻഡിങ് അപ്പ് പറഞ്ഞാൽ എന്തായിരുന്നു? വൈൻഡിങ് അപ്പ് എ കമ്പനി വാണ്ട് അപ്പ് ബൈ ആൻ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ. ഒരു ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോർട്ടിന്റെ ഓർഡറോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൾസറി വൈൻഡിങ് അപ്പ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. സെക്കൻഡ് മോഡാണ് വൈൻഡിങ് അപ്പിന്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വൈൻഡിങ്. മോസ്റ്റ് കോമൺ ആൻഡ് പോപ്പുലർ ഫോം ഓഫ് വൈൻഡിങ് അപ്പ് ഈസ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, ഈ ഒരു വൈൻഡിങ് അപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ കോടതിയുടെ ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസും ഉണ്ടാവില്ല. സെറ്റിൽ ദയർ അഫയേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറൻസ് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ അവരുടെ എല്ലാ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ക്രെഡിറ്റേഴ്സ് സിറ്റ് ടുഗദർ പുട്ട് ആൻ എൻഡ് ഓഫ് ടു ഡിസ്പ്യൂട്ട്. അവർ സംസാരിച്ച് അതിന്റെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ചെയ്യാണ് ചെയ്യുന്നത് ഈ വൈൻഡിങ് അപ്പ്. ഓക്കെ, അപ്പൊ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബൈ ദ മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറൻസ് ബൈ ദ ട്രിബ്യൂണൽ. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ബൈ ദ കോർട്ട് പ്രകാരം ചെയ്യുന്ന വൈൻഡിങ് അപ്പിന്റെ പ്രൊസീജിയറിനേക്കാളും കുറച്ച് സിമ്പിൾ ആണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ഇൻ ദ സെൻസ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് മീനിങ് ഓഫ് വോളണ്ടറി വൈൻഡിങ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സർക്യൂംസ്റ്റൻസ്, അതിന് ചെയ്യേണ്ട സർക്യൂംസ്റ്റൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റെസൊല്യൂഷൻ നിർബന്ധമായി പാസ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും അറ്റ് ദ ജനറൽ മീറ്റിംഗ്. നമ്മൾ ജനറൽ മീറ്റിംഗിൽ ഒരു കമ്പനി ജനറൽ മീറ്റിംഗിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കേസസ് ആ പറയുന്നത്. Okay, if a company in general meeting passes an ordinary resolution for voluntary winding up, it contains two cases. അതിൽ രണ്ട് കേസസ് ആവണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കേസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റിയ ജനറൽ മീറ്റിംഗ്. ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് where the period fixed by the article for the duration of the company has expired. ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പീരിയഡ് എത്രയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് എക്സ്പയർ ആവുകയാണെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ മതി. അതായത് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുകയാണ് ഇത്ര ഇയർക്കാണ് ഈ കമ്പനി റൺ ചെയ്യുക, ആ പീരിയഡ്, ആ ഫിക്സ് ചെയ്ത പീരിയഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തിട്ട് കമ്പനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിലേക്ക് പോവാം. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്താ പറയുന്നതെന്ന് വെച്ചാൽ the event has occurred on which under the articles the company is to be dissolved. ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഇവന്റ് ഒക്കർ ചെയ്യുകയാണ്. ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഡിസോൾവ് ആവാ എന്ന് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവുക.
ഓക്കെ, അപ്പോൾ ഓർഡിനറി റെസൊല്യൂഷൻ ആവണമെങ്കിൽ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഒന്നല്ലെങ്കിൽ ആ ഫിക്സഡ് പീരീഡ് അല്ലെങ്കിൽ ഏത് ഇവന്റ് ആണ് എന്നുള്ളത് ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടാണ്. ഈ രണ്ട് കേസസ് ആയാൽ മാത്രമേ ഓർഡിനറി റെസൊല്യൂഷൻ വഴി ജനറൽ മീറ്റിംഗിൽ ഓർഡിനറി റെസൊല്യൂഷൻ വഴി കമ്പനിക്ക് വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ രണ്ട് കേസസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്താൽ മാത്രമേ വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് എങ്ങനെയാണ് വൈൻഡിങ് അപ്പിക്ക് പോകുന്നത് എന്നുള്ളത്. അതിനൊരു സമ്മപ്പ് ചെയ്ത് പറയാം. ഒരു കമ്പനി അവരുടെ ഇൻസോൾവെന്റ് ആവുകയോ, അതായത് കമ്പനിയുടെ അവരുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കമ്പനി എത്തുകയോ, ലയബിലിറ്റീസ് പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കമ്പനി എത്തുകയോ, അല്ലെങ്കിൽ അവരുടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ബിലോ ആവുകയോ, ദാറ്റ് മീൻസ് 7 എന്നുള്ള പബ്ലിക് കമ്പനിയുടെ കേസ് 7ഉം പ്രൈവറ്റ് കമ്പനിയുടെ കേസ് 2 എന്നുള്ളത് ബിലോ 7 or 2 ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിലും ബിസിനസ് കമൻസ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ, അതും അല്ലെങ്കിൽ കമൻസ് ചെയ്ത ശേഷം വിത്തിൻ 6 monthsനുള്ളിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹെൽഡ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്താൻ പറ്റാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി വൈൻഡ് അപ്പ് ആവും. ഇതിൽ ഓരോ കേസിലും ഓരോ വ്യക്തികളാണ് വൈൻഡ് അപ്പിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാം എന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കമ്പനി പെറ്റീഷൻ കോർട്ടിക്ക് പോകും. ഈ കേസ് വളണ്ടറി വൈൻഡിങ് അപ്പിന്റെ കേസിൽ അങ്ങനെ കോർട്ടിക്ക് പോവാതെ ഇവർ സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തിട്ട് അവർ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിന് പോകും. ഓക്കെ, മനസ്സിലായില്ലേ? കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിലേക്ക് പാസ് ചെയ്യാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കമ്പനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിലേക്ക് പോവുക. ഓക്കെ, ഇത്രയാണ് രണ്ട് സർക്യൂംസ്റ്റൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് വളണ്ടറി വൈൻഡിങ് അപ്പ്. എങ്ങനെയാണ്, എത്ര ടൈപ്സ് ഉണ്ട് വളണ്ടറി വൈൻഡിങ് അപ്പ്? 2 ടൈപ്സ് ആണ് വളണ്ടറി വൈൻഡിങ് അപ്പ് ഉള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് നോക്കുന്നത്. വേറൊരു വീഡിയോയിലാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടിപ്പോവുള്ളൂ വീഡിയോന്റെ. ഫസ്റ്റ് കേസ് മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ആണ്. മെമ്പേഴ്സ് ആണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. വൈൻഡിങ് അപ്പ് എന്നുള്ള പറയുന്ന ആ പ്രോസസ്സ് ഇനീഷ്യേറ്റഡ് ബൈ മെമ്പേഴ്സ്. എങ്ങനെയുള്ള ടൈമിലാണ് ഇങ്ങനെ ഒരു വളണ്ടറി വൈൻഡിങ് അപ്പ് വരിക? ഓൺലി വെൻ കമ്പനി സോൾവെന്റ്. കമ്പനി സോൾവെന്റ് ആണ്. കമ്പനിക്ക് അവരുടെ ലയബിലിറ്റീസ് എല്ലാം പേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് കമ്പനി കോൺഫിഡൻസ് ആണ്, അവരെ കൊണ്ട് പറ്റും, അവരുടെ എല്ലാ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് കമ്പനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്നാൽ കമ്പനി വൈൻഡിങ് അപ്പ് ആവുകയാണ് എന്ന് കമ്പനി ഡിസൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ അവരൊരു ട്രിബ്യൂണൽ കമ്പൽസറി വൈൻഡിങ് അപ്പിലെ പോലെ തന്നെ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഈ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പൽസറി വൈൻഡിങ് അപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്മിറ്റി രൂപീകരിക്കും, കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ രൂപീകരിക്കും. അതേപോലെ ക്രെഡിറ്റേഴ്സിൻ്റെയും കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു അറ്റൻഷൻ ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കമ്മിറ്റി ഒന്നും അവർ രൂപീകരിക്കും. നോ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് അപ്പോയിന്റ്. അങ്ങനെ കമ്മിറ്റി ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ക്രെഡിറ്റേഴ്സിനെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് ഒന്നും ഇവിടെ വെക്കില്ല മെമ്പേഴ്സ്. ഇങ്ങനെ വൈൻഡിങ് അപ്പ് പോവുകയാണ് എന്നുള്ള പറഞ്ഞിട്ടൊന്നും ക്രെഡിറ്റേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് വൈൻഡിങ് അപ്പിന് പോവുകയെന്നല്ല, ക്രെഡിറ്റേഴ്സിനെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒന്നും വെക്കില്ല. ഓക്കെ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെമ്പേഴ്സ് ഫുൾ കോൺഫിഡൻസ് ആണ്. ദേ ആർ റെഡി ടു പേ ലയബിലിറ്റീസ് ആൻഡ് ദേ ആർ സോൾവെന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് അവര് ഫുള്ളി കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് പറഞ്ഞാൽ എന്താണ്? വൈൻഡിങ് അപ്പ് takes place when the members are confident to pay the debt. അവർ എന്താണോ ഡെപ്സ് ഇല്ല പേ ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, കമ്പനി അതിന് റെഡി ആണെങ്കിൽ അപ്പോൾ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, കമ്പനി ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി കണ്ടീഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇങ്ങനെ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് 2 കണ്ടീഷൻ ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി.
ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനി വളണ്ടറി അതിൻ്റെ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനി ഡിക്ലെയർ ചെയ്യണം സോൾവെന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യണം അവരുടെ കമ്പനി സോൾവെന്റ് ആണ് എന്നുള്ളത്. ഇങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് അവരുടെ ഫുൾ ഓഫ് അഫയേഴ്സ്, കമ്പനിയുടെ മൊത്തം അക്കൗണ്ട്സും അഫയേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കമ്പനിക്ക് അവിടുത്തെ ഉള്ള ഡെപ്റ്റ്സ് പേ ചെയ്യാൻ പറ്റുമെന്ന് അവർ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴാണ് ഈ ഡിക്ലറേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിസൊല്യൂഷൻ കമ്പനി വൈൻഡിങ് അപ്പ് ആവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് 5 ആഴ്ചയുടെ ഉള്ളിൽ 5 വീക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പറഞ്ഞിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ഡിക്ലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് 3 വർഷത്തിനുള്ളിൽ തന്നെ കമ്പനിയുടെ എല്ലാവിധ ഡെപ്റ്റ്സും കമ്പനി പേ ഓഫ് ചെയ്യാൻ പറ്റണം. അതായത് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ മോർ ദാൻ 3 ഇയേഴ്സ് കടക്കരുത്. ഓക്കെ, അതായത് no debts the able to pay its debt in full within a period not exceeding 3 years from the commencement of winding up procedure കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ ഡെപ്റ്റ്സ് ഫുൾ ആയിട്ട് പേ ചെയ്യാൻ കമ്പനിക്ക് പറ്റണം. ഓക്കെ, ഈ ഡിക്ലറേഷൻ 5 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ പാസ് ചെയ്ത ഡിക്ലറേഷന്റെ കോപ്പി ആർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും? രജിസ്ട്രാർക്ക് ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ, ഈ 5 ആഴ്ചയുടെ തന്നെ അവര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം അലോങ് വിത്ത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്ററുടെ റിപ്പോർട്ട്. ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടാ? ഓഫ് ദ കമ്പനി എന്തിനെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, ബാലൻസ് ഷീറ്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ റിപ്പോർട്ടോട് കൂടിയിട്ടുള്ള ആ റിപ്പോർട്ടാണ് രജിസ്ട്രാർക്ക് കോപ്പി, അതിന്റെ കോപ്പിയാണ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പറഞ്ഞില്ലേ, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തിയ ആ ടൈമിൽ ഇല്ലതായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഷെയർ ഹോൾഡർ റെസൊല്യൂഷൻ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷനോ പാസ് ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനെ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അത് എന്താ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നോ എന്താ ഓർഡിനറി റെസൊല്യൂഷൻ എന്നോ ഇല്ല, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ടു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊവിഷൻ. ഏത് ജനറൽ മീറ്റിംഗിൽ വെച്ചാണോ നമ്മൾ വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് റിസൊല്യൂഷൻ ചെയ്തിട്ടുള്ളത് ആ മീറ്റിംഗിൽ തന്നെയാണോ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. Liquidator may be appointed at the meeting at which the resolution for voluntary winding up is passed. ഇനി ഇവിടെ ലിക്വിഡേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയോ ആവാം, ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ആവാം. അത് കമ്പനിയുടെ സൈസ് അനുസരിച്ചിട്ടിരിക്കും, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കാര്യങ്ങൾ അനുസരിച്ചിട്ടിരിക്കും ഒരു ലിക്വിഡേറ്റർ ആണോ ഒന്നിൽ കൂടുതൽ ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ബോർഡ് പവർ ടു സീസ് ഓൺ അപ്പോയിന്റ്മെന്റ് ഓഫ് എ ലിക്വിഡേറ്റർ. ബോർഡിന്റെ നമ്മൾ ഓൾറെഡി ലിക്വിഡേറ്റർ എന്താ, ലിക്വിഡേറ്ററിന്റെ പവർ ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയില്, വൈൻഡ് അപ്പിന്റെ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് വൈൻഡ് അപ്പ് പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് കമ്പനിയുടെ കസ്റ്റോഡിയൻ ആണ്. ലിക്വിഡേറ്ററിന്റെ അണ്ടറിലാണ് പിന്നീട് കമ്പനി ക്യാരി ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ മാനേജേഴ്സോ ഓൾ ടൈം ഡയറക്ടേഴ്സോ അങ്ങനെയുള്ള ആരും ആവട്ടെ അവരുടെ പവർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് അവർക്ക് പവർ ഒന്നുമില്ല എക്സെപ്റ്റ് ഏത് കേസിൽ ലിക്വിഡേറ്റർ സാങ്ഷൻസ് ദ കണ്ടിന്യൂസ് ദെയർ. ലിക്വിഡേറ്റർ സാങ്ഷൻ ചെയ്യാണ്, ഓക്കെ കണ്ടിന്യൂ ചെയ്യുക എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യുക, ഈ പവർ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ so far as the company in its general meeting വരെ. ഓക്കെ, ഇതാണ് board power to seize on appointment of liquidator. Next point എന്ന് പറഞ്ഞാൽ power to fill a vacancy in the office of a liquidator. ഈ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ലിക്വിഡേറ്ററെ അവർ അപ്പോയിന്റ് ചെയ്തു, പക്ഷേ ലിക്വിഡേറ്റർ ബൈ ഡെത്ത് കൊണ്ടോ റെസിഗ്നേഷൻ കൊണ്ടോ അല്ലെ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു വാക്കൻസി പിന്നീട് വരികയാണെങ്കിൽ, എന്നല്ലേ ലിക്വിഡേറ്റർ ഡെത്ത് ആവാം, അല്ലെങ്കിൽ റെസിഗ്നേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ലിക്വിഡേറ്ററെ
മാറ്റേണ്ടി വരികയാണെങ്കിൽ ആ കേസിൽ കമ്പനി പുതിയ ലിക്വിഡേറ്ററെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. എങ്ങനെ? ജനറൽ മീറ്റിംഗിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞ ശേഷം. ജനറൽ മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് the company in its general meeting may be fill the vacancy. ആ വേക്കൻസി ജനറൽ മീറ്റിംഗിലാണ് ഫിൽ ചെയ്യേണ്ടത്. For that purposes a meeting may be conducted. അതിനു വേണ്ടി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ആ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ ആ ലിക്വിഡേറ്ററിന്റെ വാക്കൻസി ഫിൽ ചെയ്യണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ ടു ബി ഗിവൺ ടു ദ രജിസ്ട്രാർ. ഈ പോയിന്റിൽ എന്താ പറയുന്നത്? കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, എങ്ങനെ സെൻഡ് ചെയ്യണം? വിത്തിൻ 10 days ഓഫ് ദ സെയിം. അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ കമ്പനി ആ ഒരു ഇൻഫോർമേഷൻ രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ലിക്വിഡേറ്റർ ടു ആക്സെപ്റ്റ് ഷെയർ. ലിക്വിഡേറ്ററിന് ഷെയർ, അതായത് ഇത് മേടിക്കുന്ന ട്രാൻസ്ഫറി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു കൺസിഡറേഷൻ പോലെയോ അല്ലെങ്കിൽ അവരൊരു ഇൻട്രസ്റ്റിന്റെ ബേസിസിലോ എന്തെങ്കിലും ഷെയർ മേടിക്കാൻ ലിക്വിഡേറ്ററിന് പാടില്ല. എക്സെപ്റ്റ് എങ്ങനെ മാത്രമേ പാടുള്ളൂ? കമ്പനിയുടെ ഏത് കമ്പനിയാണോ പ്രോസസ് ഓഫ് സെയിലിൽ കിടക്കുന്നത് ആ കമ്പനിയുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം അവരെ സാങ്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ആർക്ക് ലിക്വിഡേറ്ററിന് ഷെയർ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ലിക്വിഡേറ്റർ കനോട്ട് ആക്സെപ്റ്റ് ഷെയർ എവിടുന്ന്? ഫ്രം ദ ട്രാൻസ്ഫറി കമ്പനി ആസ് കൺസിഡറേഷൻ വിത്തൗട്ട് സാങ്ഷൻ ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ പ്രോസസ് ഓഫ് സെയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ലിക്വിഡേറ്റർ ടു കോൾ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി. കമ്പനി ഇൻസോൾവെന്റ് ആണ് എന്ന് വിചാരിക്കുക. അതായത് കമ്പനിക്ക് അവരുടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് ലിക്വിഡേറ്ററിന് മനസ്സിലായി കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ഉടൻ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗിൽ കമ്പനിയുടെ ഇപ്പത്തെ അസറ്റിനെ കുറിച്ചിട്ടും അവർക്ക് കമ്പനിക്ക് എത്ര ലയബിലിറ്റീസ് ഉണ്ട് അതിനെല്ലാം കുറിച്ചിട്ട് ക്രെഡിറ്റേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അസറ്റ് എത്ര ലയബിലിറ്റീസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്രെഡിറ്റേഴ്സിനോട് പറഞ്ഞ് ഇന്നത്തെ കമ്പനിയുടെ അവസ്ഥ എന്താണോ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു കോൾ ദ ജനറൽ മീറ്റിംഗ് അറ്റ് എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. അതായത് വൈൻഡിംഗ് അപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് മോർ ദാൻ 1 year ആണ് എന്നുണ്ട്. അതായത് വൈൻഡിംഗ് അപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പ്രൊസീജിയർ ആണ്. ലൈക്ക് 3 years ഒക്കെ വരും. ഓൾറെഡി പറഞ്ഞു, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷത്തിലും ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ലിക്വിഡേറ്റർ അതുവരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, വൈൻഡിംഗ് അപ്പ് പ്രൊസീജിയർ ഏത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, എത്രയൊക്കെ ലയബിലിറ്റീസ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ഉണ്ട്, അസറ്റ് ഏതൊക്കെ റിയലൈസ് ചെയ്ത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആർക്ക് ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ മീറ്റിംഗ് ആൻഡ് ഡിസൊല്യൂഷൻ. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് മീറ്റിംഗ് ആണ്. ഇങ്ങനെ മീറ്റിംഗ് കോളപ്പ് ചെയ്യുന്ന ടൈമിൽ ഇതിനെ കുറിച്ചിട്ട് ഒരു നോട്ടീസ് ഒഫീഷ്യൽ ഗസറ്റയിലും അതേപോലെ ന്യൂസ് പേപ്പറിലും ഇങ്ങനെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് എന്നുള്ളതിന് നോട്ടീസ് കൊടുക്കണം. അതേപോലെ ഈ മീറ്റിംഗിൽ നമ്മളെ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ലിക്വിഡേറ്റർ പറഞ്ഞിട്ടുണ്ടാവണം, എല്ലാവിധ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഫൈനൽ അക്കൗണ്ട്സിന്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഡിസോൾവ് ആവുകയാണ് കമ്പനി. എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഡിസൊല്യൂഷൻ ആവുകയാണ് കമ്പനി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. എന്താണ് നമ്മൾ വളണ്ടറി വൈൻഡിംഗ് അപ്പും അതിലെ മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിംഗ് അപ്പും ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. Okay, thank you. Have a nice day.